കൂട്ടുകാരെ, ഞാനിന്ന് കർക്കിടക മാസത്തിൽ ഉപയോഗിക്കുന്ന ഒരു ഔഷധ കഞ്ഞി കൂട്ടിനെ കുറിച്ചാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഇതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് ഞവരയരി, ഉലുവ, ആഷാളി, 46 അങ്ങാടി മരുന്നുകൾ പൊടിച്ച പൊടിക്കൂട്ട്, പിന്നെ തേങ്ങാപ്പാൽ, ഇത്രയാണ് ഇതിന് ആവശ്യമായിട്ടുള്ളത്. ഈ കഞ്ഞിക്ക് നമ്മൾ സാധാരണ ഈ ഒരു കവറിനകത്ത് ഈ പിന്നെ 4 കൂട്ടം ഐറ്റം, അങ്ങനെ 7 ദിവസം കഞ്ഞി കുടിക്കത്തക്ക വിധത്തിലുള്ളതാണ് കൂട്ടം. ഇപ്പം ഒരു അങ്ങാടിക്കൂട്ടെല്ലാം കൂടി ആഷാളി, ഉലുവ, ഞവരേരി, ഇതിൻ്റെ 7 പാക്കറ്റാണ് ഈ ഒരു കവറിനകത്ത് വരുന്നത്. അത് നമുക്ക് 7 ദിവസമായിട്ടാണ് ഈ കഞ്ഞി കുടിക്കുന്നത്. സാധാരണയായിട്ട് നമ്മൾ കർക്കിടക മാസത്തിലാണ് കർക്കിടക കഞ്ഞി കുടിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന വേദനകളും, നീർക്കെട്ട്, അസ്ഥിവേദന, കാലുവേദന, കൈവേദന, എന്ത് വേദന വന്നാലും അതിനെല്ലാം എല്ലാവരും എല്ലാ വർഷവും കർക്കിടക മാസം ഈ കഞ്ഞിക്കൂട്ട് വാങ്ങിച്ച് ഉപയോഗിക്കാറുണ്ട്. ഇത് കുടിക്കുന്നത് മൂലം നമ്മുടെ ശരീരത്തിലെ നീരുകളും വേദനകളും എല്ലാം മാറിക്കിട്ടും. ഇത് 7 ദിവസം അടുപ്പിച്ച് കുടിച്ചാൽ ഒരു വർഷത്തേക്കുള്ള മരുന്ന് നമ്മുടെ ശരീരത്തിൽ ചെല്ലുന്നു എന്നാണ് വിശ്വസിക്കുന്നത്. പിന്നെ ഇത് എല്ലാവരും എല്ലാ വർഷവും കർക്കിടക മാസത്തിൽ ഇങ്ങനെ കർക്കിടക കഞ്ഞി ഉണ്ടാക്കി കുടിക്കുന്നുണ്ട്. അതേപോലെ ശരീരത്തുണ്ടാകുന്ന നീരും വേദനയൊക്കെ മാറ്റാൻ ഒഴിച്ചൽ നടത്തുന്നതും എല്ലാം കർക്കിടക മാസത്തിലാണ്. അപ്പോൾ ഇനി ഇത് ഉണ്ടാക്കുന്ന വിധം കാണിച്ചു തരാം. ഞാൻ ഈ വീഡിയോ എടുക്കുന്നതിന് വേണ്ടി ആദ്യമായിട്ട് ഈ ഞവരയരിയും ആഷാളിയും ഉലുവയും കൂടി ഒന്നിച്ച് കുക്കറിലിട്ടങ്ങ് വേവിച്ച് വെച്ചിരിക്കുകയാണ്. ഇനി ഇതിനകത്ത് ചെയ്യാനുള്ളത് ഈ 48 കൂട്ടം മരുന്നുകൾ. ഇത് ഈ പൊടിക്ക് കുറച്ച് വെള്ളം എടുത്തിട്ട് അതേലോട്ട് ഈ പൊടി അങ്ങ് നല്ലതുപോലെ ശേഷം ഔഷധ കഞ്ഞിയിലോട്ട് ഒഴിക്കുകയാണ്. ഇത് വെന്ത് കിടക്കുന്നത് കൊണ്ടാണ് നേരത്തെ അത് വീഡിയോ എടുക്കുന്നതിന് നേരത്തെ വേവിച്ചിട്ടതാണ്. അപ്പോൾ ഞാൻ 3 പാക്കറ്റ് അരിയാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് 3 പാക്കറ്റ് പൊടിയാണ് ഇതിനകത്ത് എടുത്തിരിക്കുന്നത്. ഈ പൊടിയെന്ന് പറയുന്നത് പുത്തരിച്ചുണ്ട, പാൽമുതുക്ക്, കോലരുക്ക്, തഴുതാമ, ശതാവരി, മായാക്ക്, ദശമൂലം, ഞെരിഞ്ഞില്, കരിങ്കുറിഞ്ഞി, കുറുന്തോട്ടി, ദശപുഷ്പം, മഞ്ഞൾ, ചതവുപ്പ, രാമച്ചം, നീലപ്പന, ജീരകം, ജാതിക്ക, ജാതിപത്രി, അമുക്കുരം, വയമ്പ്, പച്ചില, നാഗപ്പൂവ് തുടങ്ങിയവ ചേർത്താണ് ഇത് പൊടിച്ചു വച്ചിരിക്കുന്നത്. എന്നിട്ട് ഇതിനകത്തോട്ട് ഈ മരുന്ന് ചേർത്തതിന് ശേഷം തേങ്ങാപ്പാലും കൂടി ചേർക്കുന്നു. ചേർത്ത് എളുപ്പമാണ്, അതിന് വേറെ ജോലിയൊന്നുമില്ല അതിനകത്ത്. സാധാരണ ഇതിനകത്ത് പിന്നെ ചിലർ കരിപ്പൊട്ടി ചേർത്ത് കുടിക്കും, ഉപ്പ് ചേർത്ത് കുടിക്കും. ഞാനിതൊന്നും ചേർക്കുന്നില്ല. ഇങ്ങനെ അങ്ങ് കുടിച്ചാൽ മതി. ശരീരത്തുണ്ടാകുന്ന എല്ലാ അസുഖങ്ങൾക്കും മാറ്റവും വരും. ഇത് അടുപ്പിച്ച് 7 ദിവസം 5 ദിവസവും കുടിച്ചാൽ അതിൻ്റെ പ്രയോജനം ലഭിക്കും. എല്ലാവരും ഇത് ഉണ്ടാക്കി കഴിക്കണം. എൻ്റെ വീഡിയോ കണ്ട് ഇതേപോലെ കർക്കിടക കഞ്ഞി ഉണ്ടാക്കി കുടിക്കുക. വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം. നീ കുടിച്ചോ. സൂപ്പർ.